ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങളുടെ ഈവൻസിൻ്റെ പേര് ക്രിയേറ്റീവ് ഇവൻസ് എന്നാണ്. എറണാകുളമാണ് ഞങ്ങളുടെ സ്ഥലം. ഇന്ന് ഞങ്ങൾക്കൊരു ഡെക്കറേഷൻ വർക്ക് ഉണ്ട് ചേരാനെല്ലൂർ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തെ സമയം 9:15 അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് 2 പാലങ്ങളുണ്ട്. അപ്പോൾ ഈ 2 പാലത്തിൻ്റെ പേരും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒന്നാമത്തെ പാലം കയറാൻ വേണ്ടി പോകേണ്ടത്. ഇതാണ് ഒന്നാമത്തെ പാലം. അപ്പോൾ ചെറിയൊരു ക്ലൂ ആയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്ങൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ മുകളിലൊരു മെട്രോ റെയിൽ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒന്നാമത്തെ പാലം കയറി ഇറങ്ങി. അപ്പോൾ ഈ വർക്ക് നമ്മൾ ചെയ്യാൻ പോണേണ്. അപ്പോൾ അതിനുള്ള കാലത്തെ നമ്മൾ അധികം വലിയ തിരക്കൊക്കെ വന്നതിന് മുമ്പ് ഞങ്ങൾ പോകണേണ്. അപ്പം നമുക്ക് ഇത് ഡീസൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഡീസൽ അടിച്ചിട്ട് പോകണം. അപ്പോൾ ഈ 2 പാലത്തിൻ്റെ ഇടക്കായിട്ട് ഒരു പമ്പുണ്ട്. ഈ പമ്പ് അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഡീസൽ ഒരു 1500 രൂപ നമ്മൾ ഡീസൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. ഇതാണ് 2ാമത്തെ പാലം നമ്മൾ കയറണേണ്. ആദ്യത്തെ പാലം അറിയണവരും കമൻറ്റ് ചെയ്യണം. ഈ 2ാമത്തെ പാലം അറിയാവുന്ന പേരറിയുന്നവരും കമൻറ്റ് ചെയ്യണം. 2 പാലം നമ്മൾ കയറി കൊണ്ടിരിക്കുകയാണ്. അടുത്ത സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. രണ്ടാമത്തെ പാലവും കയറി ഇറങ്ങി നമ്മൊരു ജംഗ്ഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് തന്നെയാണ്. ഇവിടെ ഒരു ലുലു മാളുണ്ട്. അത്യാവശ്യം കാലത്തെ സമയം കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മളൊന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാലത്താണെങ്കിൽ ചൂടുണ്ട്. നമ്മൾ റിസോർട്ടിലെത്തി. ഇവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അത്യാവശ്യം ഇപ്പോൾ സമയം 10:10 ആയിട്ടുണ്ട് സമയം. നമ്മൾ 9:15 ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ 10:30 ആയി. ഇനി നമുക്ക് വണ്ടി ആ ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഇടുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. കാരണം റിവേഴ്സ് ഇടുന്ന സാധനങ്ങൾ ഇറക്കാനും പിടിക്കാനുള്ള സൗകര്യം നോക്കി നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അവിടെ ഇടാം. അതാണ് നല്ലത്. വണ്ടി തിരിക്കാം. അപ്പോൾ തട്ട് സെറ്റ് ചെയ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ആ റിസോർട്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ പുറത്തുള്ള ഗ്രൗണ്ടാണിത്. അപ്പോൾ ഈ ഗ്രൗണ്ടിലാണ് പരിപാടി. വൈകിട്ട് 6 മണിക്കാണ് അവർ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇതാണ് ആ റിസോർട്ട്. അപ്പോൾ ഇത് ഏത് റിസോർട്ടാണെന്ന് അറിയണവരും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ അവർക്കൊരു ജംഗിൾ തീമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിൽ നമ്മൾ ഗ്രീൻ ഷീറ്റുകൾ വെച്ചാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പയ്യെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബേസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഇനി എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ച് കിട്ടും. അപ്പോൾ വെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയും ഇങ്ങടക്കം മാറി ഓരോ കാര്യങ്ങൾ ചെയ്താണ് നിൽക്കുന്നത്. കാരണം നമുക്ക് സമയം ഒരുപാടുണ്ട്. കാരണം നമ്മൾ കാലത്ത് വന്നതും അത് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കട്ടൗട്ടുകൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ചെയ്ത് എല്ലാം കഴിഞ്ഞ് വൈകിപ്പോയി ഒരേനൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബേസൊക്കെ നമുക്ക് കയറ്റി അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ മറ്റേ ഫ്ലെക്സിൽ പ്രിൻറ്റ് ചെയ്തിട്ട് ഫ്രെയിമിൽ വെച്ചേക്കണത്. കട്ടൗട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടൗട്ടുകൾ ഇവിടെ വെച്ച് ഇതൊരു ഫോട്ടോ ബൂത്താണ്. പിന്നെ ക്ലയൻറ്റിന് ഒരു ജംഗിൾ തീമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ജംഗിൾ തീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം കാർഡ് പിടിച്ചൊരു സെറ്റപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെയിൽ കൂടിയപ്പോൾ കുറച്ച് ബലൂൺ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. ഇവിടെ അടുത്ത് ഹോട്ടലൊന്നുമില്ല. അപ്പോൾ പിന്നെ പുറത്ത് വണ്ടിയായിട്ട് തന്നെ പോകേണ്ടി വരും. ഇതാണ് ആ റിസോർട്ടിലെ പൂള്. നല്ല വെയിലാണ്. ഇപ്പോൾ വെള്ളത്തിൽ ചാടാൻ ഒരു സാഹചര്യം കിട്ടിയ ചാടായിരുന്നു. നല്ല ഇതായിട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ ബലൂൺ നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2ാമത്തെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറം വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള വർക്ക് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ് 2 സൈഡും കഴിഞ്ഞ് 70% വർക്ക് കഴിഞ്ഞ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യാനുള്ളത്.
അപ്പോൾ അവർക്ക് അധികം ഫ്ലവർ കാട് പിടിച്ചൊന്ന് മറ്റേ കാട് പിടിച്ചൊരു സെറ്റപ്പ് വേണം. ഫ്ലവർ ഒരു കാട്ടുപൂക്കൾ പോലെയുള്ള ഫ്ലവേഴ്സൊക്കെയാണ് വേണ്ടത്. അതുകൊണ്ട് ഫ്ലവർ കുത്തി നിറക്കരുത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ഒത്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ അത്യാവശ്യം വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലവറൊക്കെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവരുദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 കട്ടൗട്ട് കൊണ്ട് വെച്ച്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബർമാരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വന്ന് വർക്ക് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം. പിന്നെ നമ്മളിവിടെ ഫ്ലവേഴ്സ് വെച്ച് ഒരു ലാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വുഡിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ അപ്പർ സൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പർ സൈഡ് നമ്മൾ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും സെയിം തന്നെയല്ല ചെയ്തെങ്കിൽ ചെറിയ രീതിയിലൊരു വ്യത്യാസം വരുത്തിയിരുന്നു. അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി വരരുതല്ല, രണ്ടും ഒരുപോലെ വരരുതല്ല. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്തേക്കണത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സാണ്, കുറച്ച് ഗ്രീനും കൂടുതലുള്ള രീതിയിലാണ് ചെയ്തേക്കണത്. ഇതാണ് കണ്ട, ഇവിടെ വേറെ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ഓർത്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഈ വർക്ക് ഒന്ന് ചെയ്തു തരും. പല രീതിയിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. ബലൂണിൻ്റെ ആർട്ട് വർക്ക് വേണമെങ്കിൽ അങ്ങനെ ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കട്ടൗട്ട്, ഇതിൻ്റെ ഫോട്ടോ ബൂത്തിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ഇനി പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഫ്ലവർ സെറ്റിങ്ങൊക്കെ അത്യാവശ്യം കഴിഞ്ഞ്. ഒരു ജംഗിൾ തീമായിട്ട് നമ്മൾ അതിനോടനുബന്ധിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു തീം കൊണ്ടുവരാൻ വേണ്ടി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളുടെയും കൂടി അഭിപ്രായങ്ങൾ ഒന്ന് ഇതിനകത്ത് കമൻ്റായിട്ട് ഇടണം. പിന്നെ ചെയർ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് റൗണ്ട് ടേബിൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ടച്ചപ്പ് വർക്കുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ റൗണ്ട് നമുക്കതിനോട് മുട്ടിച്ചിടണം. കാരണം ഒരുപാട് ആൾക്കാർ വരുമ്പോൾ വീതി ഉണ്ടെങ്കിൽ കയറാനുള്ള സൗകര്യം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അതും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ ഇടണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.